സുന്ദരിയും വിദ്യാസമ്പന്നയും കുലീനത്വവുമുള്ള ഷക്കീരയെ ആണുങ്ങൾ കണ്ണുവച്ചു. ആ കനത്ത ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു വഴിയുമില്ലാതെ ഇരുന്ന ഷക്കീര അയാളുമായി ഒരു ബന്ധം ആഗ്രഹിക്കുന്നു. തുടർന്ന് കിടക്കയോടെ ഷക്കീരയെ എടുത്ത് വാങ്ങി സൂക്ഷിച്ചിരുന്ന ശവപ്പെട്ടിയിലാക്കുന്നു. പ്രണയത്താൽ വഞ്ചിക്കപ്പെട്ട് ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ട ഷക്കീരയെക്കുറിച്ച് പറയുമ്പോൾ ചരിത്രവും കൂടെ പറയേണ്ടി വരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യാനന്തര കാലത്തെ ഒരു സംഭവബഹുലമായ ഒരു കാലത്തെ കൂടി അടയാളപ്പെടുത്തുന്നതാണ് ഷക്കീരയുടെ ജീവിതകഥ. പഴയ മൈസൂർ സംസ്ഥാനത്തെ ദിവാന്റെ പേരക്കുട്ടിയായിരുന്നു ഷക്കീര. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്താണ് ഷക്കീര ജനിക്കുന്നത്. മൈസൂർ ദിവാന്റെ പേരക്കുട്ടി ആയതിനാൽ തന്നെ അത്യധികം ആഡംബരം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ഷക്കീരയുടേത്. എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെയും ജീവിച്ചു പോരുന്നതിനിടെ സിംഗപ്പൂരിലായിരുന്നു ഷക്കീരയുടെ വിദ്യാഭ്യാസം. മികച്ച വിദ്യാഭ്യാസം നേടിയാണ് ഷക്കീര ചെന്നൈയിലേക്ക് തിരിച്ചെത്തുന്നത്. സുന്ദരിയും വിദ്യാസമ്പന്നയും കുലീനത്വവുമുള്ള ഷക്കീരയെ ആണുങ്ങൾ കണ്ണുവച്ചു. അത്യാഡംബരങ്ങൾക്ക് നടുവിൽ കൗമാരത്തിലൂടെ കടന്നു പോരുന്നതിനിടെ പൊടുന്നനെ ഷക്കീരയുടെ വിവാഹം ഉറപ്പിക്കുകയായിരുന്നു പിതാവ്. തൻ്റെ മുറച്ചെറുക്കനായ അക്ബർ മിർസ ഖലീലിയുമായുള്ള വിവാഹത്തിന് ഷക്കീര മൗനസമ്മതം നൽകി. ഏറെ ആർഭാടങ്ങളോടെ വിവാഹം നടന്നു. നവദമ്പതികൾ നിരവധി വേദികളിൽ തിളങ്ങി. അക്കാലത്ത് അക്ബറിന് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിലായിരുന്നു ജോലി. അവിടെ തിരക്ക് പിടിച്ച ജീവിതം നയിക്കുന്നതിലേക്കാണ് ഷക്കീരയുടെ എൻട്രി. അന്നൊക്കെ തിരക്കുകൾ ആസ്വദിക്കുകയായിരുന്നു നവദമ്പതികൾ. ഓരോ രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ഭർത്താവിൻ്റെ ജോലി ആവശ്യാർത്ഥം ഷക്കീരയ്ക്ക് യാത്ര ചെയ്യേണ്ടി വന്നു നിരന്തരം. യാത്രകൾ ഒരിക്കലും അവളെ മടുപ്പിച്ചില്ല. അക്ബറിനൊപ്പമുള്ള വിദേശയാത്രയുടെ ഗുണഗണങ്ങൾ അവൾ തീർത്തും അനുഭവിച്ചു പോന്നു. അവർക്ക് കുട്ടികളുണ്ടായി, 4 പെൺകുട്ടികൾ. അങ്ങനെ സുഖകരവും സന്തോഷകരവുമായ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നതിനിടെ ഷക്കീരയ്ക്കൊരു വിരസത അനുഭവപ്പെടുന്നു. അക്ബറിൻ്റെ വിദേശയാത്രകൾ അവളെ മടുപ്പിക്കുകയാണ്. കുട്ടികളും മക്കളുമായുള്ള അവളുടെ കുടുംബജീവിതപ്പോഴേക്കും അവളും മടുത്തു തുടങ്ങിയിരുന്നു. പോകെ അവർ തമ്മിലുള്ള അകലം വർദ്ധിച്ചു വരുന്നു. താൻ വിദേശയാത്ര നടത്തുമ്പോൾ ഷക്കീരയ്ക്ക് സഹായത്തിനായി ഒരു സഹായി അക്ബർ നിർത്തിയിരുന്നു. സ്വാമി ശ്രദ്ധാനന്ദ അഥവാ മുരളി മനോഹർ മിശ്ര എന്ന പേരിലുള്ള ഒരാൾ. അയാളൊരു കൗശലക്കാരനായിരുന്നു. വളരെ കുറിയ ഉറച്ച ശബ്ദമുള്ള ഒരാളായിരുന്നു മിശ്ര. അയാൾക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ടായിരുന്നിരിക്കണം. പക്ഷേ ആദ്യഘട്ടത്തിൽ ഒന്നും പുറത്ത് പ്രകടിപ്പിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ 1982 അക്ബർ ഒരു ഇറാനിലേക്ക് ജോലി സംബന്ധമായ യാത്ര നടത്തുന്നു. ആ യാത്ര വളരെ പ്രധാനപ്പെട്ട യാത്രയായിരുന്നു അവരെ സംബന്ധിച്ചോളം. പൊതുവെ അകൽച്ചയിലായി തുടങ്ങിയിരുന്ന ആ ദമ്പതികൾ എന്നേക്കുമായി അകന്നതുപോലും ആ യാത്രയുടെ സമയങ്ങളിലായിരുന്നു. വീട്ടുകാര്യങ്ങളിലും മറ്റും ഇവരെ സഹായിച്ചിരുന്ന സ്വാമി ശ്രദ്ധാനന്ദ ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട റോളിലേക്ക് കടന്നു വരികയാണ്. 2 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് അക്ബർ നാട്ടിലേക്ക് വരുന്നത്. അപ്പോഴേക്കും ഷക്കീര അക്ബറിൽ നിന്ന് പൂർണ്ണമായും അകന്നു കഴിഞ്ഞു. ആ നാളുകളിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി കൂടി നടക്കുന്നു. ഷക്കീര മുരളി മനോഹറുമായി അടുക്കുന്നു. അക്ബറിൻ്റെ സാന്നിധ്യത്തിൽ ആ ബന്ധം വളരുന്നു. ഷക്കീരയോട് അയാൾ പ്രണയാഭ്യർത്ഥന നടത്തുന്നു. അവൾക്ക് നിരസിക്കാനായില്ല. ആ കനത്ത ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു വഴിയുമില്ലാതെ ഇരുന്ന ഷക്കീര അയാളുമായി ഒരു ബന്ധം ആഗ്രഹിക്കുന്നു. അക്ബറിൻ്റെ അഭാവത്തിൽ അവരുടെ പ്രണയം പൂത്തുലയുന്നു. 1985 തൻ്റെ പ്രിയ പത്നിയെയും മക്കളെയും കാണാനെത്തിയ അക്ബർ അമ്പരക്കുകയാണ്. തനിക്ക് ഒത്തുപോകാനാകില്ലെന്നും വിവാഹബന്ധം ഒഴിയണമെന്നും ഷക്കീര ആവശ്യപ്പെടുന്നു. പൊടുന്നനെ ഒരു ഇടിമിന്നൽ കണക്കെ ബഹളമാകുകയാണ്. ഷക്കീര സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നു. തൻ്റെ മക്കളുടെ ഭാവിയോർത്ത് അക്ബർ വിവാഹമോചനത്തിന് വിസമ്മതിക്കുകയാണ്. എന്നാൽ ആ എതിർപ്പിനെ അവഗണിച്ച് ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം അവർ കൈക്കൊള്ളുന്നു. പള്ളിയെ സമീപിച്ച് വിവാഹമോചനം നേടുന്ന ഷക്കീര തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഷക്കീരയുടെ തീരുമാനത്തോടെ വീട്ടുകാർക്കും മക്കൾക്കും എല്ലാവർക്കും വിയോജിപ്പായിരുന്നു. അങ്ങനെ വിവാഹമോചനം നേടുന്ന ഷക്കീര തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും 4 മക്കളും അക്ബറിനൊപ്പം ഇറ്റലിയിലേക്ക് പോയി. എന്നാൽ ഈ സമയത്ത് തനിക്ക് അനുകൂല സമയമാണെന്ന് മനസ്സിലാക്കിയ ശ്രദ്ധാനന്ദ ഇതെല്ലാം വലിയ രീതിയിൽ ആസ്വദിക്കുകയായിരുന്നു. ഷക്കീര തൻ്റെ മാതാവിനെയും അവഗണിച്ച് വിവാഹമോചനം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ശ്രദ്ധാനന്ദയെ വിവാഹം കഴിക്കുന്നു. തങ്ങളുടെ സ്വത്തിൽ നിന്ന് ഒരു തരി പോലും തരില്ലെന്ന് പറഞ്ഞ കുടുംബത്തിനെ ഒരിക്കൽ പോലും അവൾ കണക്കാക്കിയില്ല. വളരെ ആഴത്തിലുള്ള ഒരു പദ്ധതിയായിരുന്നു ശ്രദ്ധാനന്ദ തയ്യാറാക്കിയത്. സ്നേഹവും വിനയവുമായിരുന്നു അയാളുടെ കൈമുതൽ. പലപ്പോഴും വിധേയത്വം കൊണ്ട് അയാൾ ഷക്കീരയെ കീഴ്പ്പെടുത്തി. അങ്ങനെ ഒരിക്കലും അവിശ്വസിക്കാത്തൊരു ബന്ധം അയാൾ വളർത്തിയെടുത്തു. ഷക്കീരയോട് വളരെ മൃദുവായി മാത്രമേ സംസാരിക്കൂ. അങ്ങനെ എല്ലാത്തരം എതിർപ്പുകൾക്കും നടുവിലും അവരുടെ ദാമ്പത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അവരുടെ ജീവിതവും യാത്രയുമെല്ലാം എല്ലാവർക്കും കൗതുകമായിരുന്നു. ഷക്കീരയുടെ സ്വത്തിലും പണത്തിലും കണ്ടുവച്ച ശ്രദ്ധാനന്ദ സ്വത്ത് ആസ്വദിച്ചു പോന്നു. നമുക്ക് ശ്രദ്ധാനന്ദയിലേക്കൊന്ന് പോകാം.
മധ്യപ്രദേശിലെ സാഗറിൽ ഒരു സ്കൂൾ അധ്യാപകൻ്റെ മകനായാണ് ശ്രദ്ധാനന്ദ ജനിച്ചത്. പഠനകാലത്ത് തന്നെ നാടുവിട്ട ശ്രദ്ധാനന്ദ പിന്നീട് ശ്രദ്ധാനന്ദ സ്വാമിയായാണ് തിരിച്ചു വരുന്നത്. വിശ്വാസ്യത കയ്യിൽ വന്നതോടെ ഷക്കീര അയാൾക്ക് പവർ ഓഫ് അറ്റോർണി എഴുതി നൽകുന്നു. ഒരിക്കലും തനിക്ക് സ്വപ്നം കാണാനാവാത്ത ഒരു ഭാഗ്യമാണ് കയ്യിൽ വന്നതെന്ന് ശ്രദ്ധാനന്ദ ഓർത്തു. അങ്ങനെ വളരെ സുഖകരമായി ബന്ധം മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒരു ദിവസം പൊടുന്നനെ അവരുടെ ജീവിതത്തിൽ വളരെ ചലനങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു കാര്യം സംഭവിക്കുന്നു. ഡൽഹി എയർപോർട്ടിൽ വെച്ച് മകൾ സഭയെ കാണുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം മകളെ കണ്ടതോടെ ഷക്കീര മകളുമായി വല്ലാതെ അടുക്കുന്നു. ഇത്രകാലം അകന്നു നിന്ന് ജീവിച്ച ഒന്നും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. ദിവസങ്ങൾ കഴിയുന്തോറും സഭയിലൂടെ മക്കളുമായുള്ള ബന്ധം വളരുകയാണ്. ലണ്ടനിൽ പഠിക്കാൻ മകൾക്ക് പണം നൽകുന്നു ഷക്കീര. കൂടെ മക്കളുമായുള്ള ബന്ധം സാമ്പത്തികമായ ചെലവുകളിലേക്കും നയിക്കുന്നു. ഇത് ശ്രദ്ധാനന്ദയെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നു. ഷക്കീരയുടെ സ്വത്ത് മുഴുവൻ മക്കളിലേക്ക് പോകുമോ എന്ന് ശ്രദ്ധാനന്ദ ഭയപ്പെട്ടു. ഏതു വിധേനയും ഇതിന് തടയിടണം എന്നായി അടുത്ത ചിന്ത. ഒടുക്കം ഷക്കീരയെ കൊലപ്പെടുത്തുക എന്ന തീരുമാനത്തിലേക്ക് ശ്രദ്ധാനന്ദ എത്തുന്നു. അങ്ങനെ എല്ലാമായ ഷക്കീരയെ വകവരുത്താനായി അയാൾ തയ്യാറെടുക്കുന്നു. ഷക്കീരയുടെ സഹായിയായിരുന്നു ജോസഫൈൻ. ഇവരെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ശ്രദ്ധാനന്ദയുടെ നീക്കം. മുറ്റത്ത് വാട്ടർ ടാങ്കിനായി ഒരു കുഴി കുഴിക്കണമെന്ന് ശ്രദ്ധാനന്ദ ആവശ്യപ്പെടുന്നു. 6 അടി നീളവും 2 അടി വീതിയുമുള്ള ഒരു കുഴി കുഴിക്കുന്നു. അതിലായിരുന്നു ഷക്കീരയെ തീർക്കാനുള്ള പദ്ധതി. ജോലിക്കാരി ജോസഫൈൻ അന്ന് ജോലി മതിയാക്കി പോകുന്ന സമയത്താണ് നിർണായക നീക്കം നടത്തുന്നത്. ഈ തക്കത്തിൽ മുറിയിൽ കയറി ചായയിൽ മയക്കുമരുന്ന് കലർത്തുകയാണ് ശ്രദ്ധാനന്ദ. ഈ ചായ ഷക്കീരയ്ക്ക് കൊടുക്കുന്നു. ചായ കുടിച്ചതോടെ ഷക്കീര മയങ്ങുന്നു. തുടർന്ന് കിടക്കയോടെ ഷക്കീരയെ എടുത്ത് വാങ്ങി സൂക്ഷിച്ചിരുന്ന ശവപ്പെട്ടിയിലാക്കുന്നു. തുടർന്ന് ഷക്കീരയെ കുഴിയിൽ കുഴിച്ചു മൂടുന്നു. ജീവനം കൊണ്ട് ഷക്കീര കിടന്ന് അലറിയിട്ടുണ്ടാകണം. പക്ഷേ ആരും അറിയാതെ ഷക്കീരയുടെ ജീവൻ പോയി. ഷക്കീര സ്വന്തം വീട്ടിൽ പോയി എന്നായിരുന്നു അന്വേഷിച്ചവരോട് ശ്രദ്ധാനന്ദയുടെ മറുപടി. അങ്ങനെ ആ വീടും സ്ഥലവും സമ്പാദ്യങ്ങളുമെല്ലാം അയാൾ ആസ്വദിച്ചു പോന്നു. നിശാനൃത്തങ്ങളും കലാപരിപാടികളുമൊക്കെയായി പിന്നീടുള്ള കാലം ആഘോഷങ്ങളുടേതായിരുന്നു. അമ്മയെ അന്വേഷിച്ച മകൾ സഭ പലപ്പോഴും അയാളെ ബന്ധപ്പെട്ടു. അമ്മ ലണ്ടനിൽ അവധിക്ക് പോയതാണെന്ന് കളവ് പറയും. അയൽക്കാരും മറ്റുള്ളവരും ചോദിച്ചപ്പോഴും ഇതുതന്നെയാണ് ശ്രദ്ധാനന്ദ പറഞ്ഞത്. ഫോണിൽ പോലും അമ്മയെ കിട്ടാതായപ്പോൾ സഭ അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു. പലപ്പോഴായി ശ്രദ്ധാനന്ദയെ പോലീസ് ചോദ്യം ചെയ്തു. പക്ഷേ സംശയിക്കാൻ ഒന്നും കണ്ടില്ല. പോകെ ശ്രദ്ധാനന്ദ പോലീസ് സംശയത്തിൻ്റെ നിഴലിലായി. ഒടുവിൽ നീണ്ടകാലത്തെ ചോദ്യം ചെയ്യലിനൊടുവിൽ ശ്രദ്ധാനന്ദ കുറ്റം സമ്മതിച്ചു. 3 വർഷമാണ് ശ്രദ്ധാനന്ദയെ ചുറ്റിപ്പറ്റിയുള്ള പോലീസിൻ്റെ അന്വേഷണം നടന്നത്. 94-ലാണ് വീട്ടുമുറ്റത്തെ കുഴിയിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. പിന്നീട് അങ്ങോട്ട് അന്വേഷണമായിരുന്നു. ശവപ്പെട്ടിയുടെ അടിയിൽ നിന്നും കുറേ കോറലുകൾ കണ്ടെത്തിയിരുന്നു. അത് ശ്വാസം കിട്ടാതെ വന്നപ്പോൾ ഷക്കീര കൈയും കാലുമിട്ട് അടിച്ചതിൻ്റെതായിരിക്കാം. മൃതദേഹം കുഴിച്ചെടുക്കുന്നത് വീഡിയോയായി ചിത്രീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കേസായിരുന്നു ഇത്. എല്ലാ തെളിവുകളും ശ്രദ്ധാനന്ദയ്ക്ക് എതിരായിരുന്നു. വിചാരണയ്ക്ക് ശേഷം വിചാരണ കോടതി അയാൾക്ക് വധശിക്ഷ വിധിച്ചു. അന്ന് 60 വയസ്സായിരുന്നു അയാൾക്ക്. 1997 ആരംഭിച്ച കേസ് 2005-ലാണ് വിധി വരുന്നത്. ഈ വിധിക്കെതിരെ ശ്രദ്ധാനന്ദ ഹൈക്കോടതിയെ സമീപിക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് ഹൈക്കോടതി പറയുന്നു. പ്രതിക്ക് വധശിക്ഷ ലഭിച്ചതുകൊണ്ട് വിചാരണ കോടതി നീതി നടപ്പാക്കിയെന്ന് ഹൈക്കോടതി പറയുന്നു. ശ്രദ്ധാനന്ദ വീണ്ടും 2006-ൽ അപ്പീലിന് പോയി. വധശിക്ഷ ജീവപര്യന്തമായി കുറഞ്ഞു. 2022-ൽ വീണ്ടും ശ്രദ്ധാനന്ദ സുപ്രീം കോടതിയിൽ പോകുന്നു. രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട പോലെ തന്നെയും വിടണമെന്നായിരുന്നു ആവശ്യം. 29 വർഷം പരോൾ പോലും ഇല്ലാതെ ജയിലിൽ കിടന്നെന്നും വെറുതെ വിടണമെന്നുമാണ് ശ്രദ്ധാനന്ദ ആവശ്യപ്പെട്ടത്. എന്നാൽ കൊലക്കേസിലെ പ്രതിയെ പ്രോത്സാഹിപ്പിക്കാനാകില്ലെന്ന നിലപാട് സുപ്രീം കോടതി സ്വീകരിച്ചു. നിലവിൽ മധ്യപ്രദേശിലെ സാഗറിൽ സെൻട്രൽ ജയിലിലാണ് ശ്രദ്ധാനന്ദ കഴിയുന്നത്. ബിയോണ്ട് ദ ചാപ്റ്ററിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. നന്ദി. Beyond the Chapter.